പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങൾ പുറത്തുവന്നു. 3.02 കോടിയുടെ ആസ്തിയുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പ്രധാനമന്ത്രി പറയുന്നു. 2.86 കോടി രൂപ SBIയിൽ സ്ഥിരനിക്ഷേപവും നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സിൽ നിക്ഷേപമായി 9.12 ലക്ഷം രൂപയുമുണ്ട്. 52,920 രൂപ പണമായും 2.68 ലക്ഷം രൂപ വിലമതിക്കുന്ന 4 സ്വർണ്ണ മോതിരങ്ങളും കൈവശമുണ്ട്. 2018-19 സാമ്പത്തിക വർഷത്തിലെ 11.14 ലക്ഷത്തിൽ നിന്നും 2022-23 വർഷത്തിൽ പ്രധാനമന്ത്രിയുടെ വരുമാനം 23.56 ലക്ഷമായി ഉയർന്നു. ശമ്പളവും നിക്ഷേപത്തിൽ നിന്നുള്ള പലിശയുമാണ് പ്രധാന വരുമാന മാർഗമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. സ്വന്തം പേരിൽ ലോണുകളോ ക്രിമിനൽ കേസുകളോ ഇല്ല. സ്വന്തമായി സ്ഥലമോ വീടോ കാറോ ഇല്ല. ഡൽഹി സർവകലാശാലയിൽ നിന്ന് BA ബിരുദവും ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവുമാണ് വിദ്യാഭ്യാസ യോഗ്യത. ഭാര്യ യശോദാബെന്നിന്റെ പേര് പത്രികയിൽ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ ജോലിയോ സ്വത്ത് വിവരങ്ങളോ അറിയില്ലെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാരണാസിയിൽ ഇത് മോദിയുടെ 3ാം അംഗമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പൂജാരിയും ഇന്ന് പത്രിക സമർപ്പിക്കവേ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി വാരണാസിയിൽ ഇന്നലെ മോദി റോഡ് ഷോ നടത്തി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം ആയിരുന്നു 5 കിലോമീറ്റർ നീണ്ട റോഡ് ഷോ നടത്തിയത്.